ഹലോ സന്തോഷ്. ഹലോ. എന്ത് ചെയ്യുന്നു സന്തോഷ്? ഞാൻ മലപ്പുറം ജില്ലയിലെ മലയാളം അധ്യാപകനായിട്ട്. മലയാളം അധ്യാപകനാണോ? വാവ്. ശരി, ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ എത്തുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒട്ടൻ നസീറേട്ടനാണ് എന്നെ 19 വർഷത്തിന് മുമ്പ്, അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ പദവിയാണ് നസീറേട്ടനോടൊപ്പം ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ. അത് അന്ന് തൊട്ട് തുടങ്ങി ഇപ്പോൾ ഏകദേശം കുറേ ഷോകൾ ചെയ്തു. അല്ല, ഇതൊരു ഭയങ്കര അനുഭവമാണ്. 19 വർഷം മുമ്പ് അതെ വന്ന ഒരാൾ വീണ്ടും 19 വർഷങ്ങൾക്ക് ശേഷം നമ്മളായിട്ട് ഒരുമിച്ച് കൂട്ടിവിട്ടുകയാണ്. ഇതൊരു അപൂർവമായി കിട്ടുന്ന ഒരു അല്ലേ ഒരു അവസരം. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ? അല്ലേ, എന്താ ചെയ്യാൻ പോകുന്നത് സന്തോഷ്? ഞാൻ ഒൺമാൻ ഷോ ആണ് ചെയ്തത്. കൂടുതലും രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദങ്ങളാണ്. ഓക്കെ, നമുക്ക് അവ കാണാം. തീർച്ചയായിട്ടും സമര മുറകളിലൂടെയും ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത് ഞാൻ മുടിമുറിക്കില്ല എന്ന് ശപഥം ചെയ്ത സഖാവ് പന്നിയൻ രവീന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ശബ്ദം. പാർട്ടിക്ക് അത് പ്രശ്നമല്ലോ, CPക്ക് അത് പ്രശ്നമില്ല, BJPക്ക് അത് പ്രശ്നമില്ല, കോൺഗ്രസിന് യാതൊരു പ്രശ്നമില്ല. എന്താ സ്വാതന്ത്ര്യം കിട്ടിയത്? 47. ആരാ ഇന്ത്യ ഭരിച്ചത്? ബ്രിട്ടീഷുകാർ. ആരാ ബ്രിട്ടീഷുകാർ? വെള്ളക്കാർ. അവരാരായിരുന്നു? കൊള്ളക്കാർ. കണ്ടില്ലേ, പാർട്ടി പോയില്ലേ, CP അല്ലേ, യാതൊരു പ്രശ്നമില്ല. ലാൽസന സഖാവേ. ഇനി അടുത്തത് കേരളത്തിൻ്റെ ജനപ്രിയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി സാറാണ്. ഗവൺമെന്റ് എക്കണോമിക്കലായിട്ട് ജനങ്ങളെ സപ്രസ് ചെയ്യുകയാണ്, ഒപ്രസ് ചെയ്യുകയാണ്, ഡിപ്രസ് ചെയ്യുകയാണ്. ഇന്ത്യൻ എക്കോണമി in the pre-British period have a well-lit economic system. It consists of isolated and self-sufficient village unit. 70% of the people engaged in agriculture. അടിപൊളി. അടുത്തേതാണ് ജനപ്രിയനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സാർ. അക്കാഡമിക് മികവാണ് ഒരു വിദ്യാലയത്തിൻ്റെ മികവ്. ആ മികവിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം. നമ്മൾ കെട്ടിടങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഫിസിക്കൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളും നിർബന്ധമായും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ജനപ്രിയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സാർ. കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിണ്ടാക്കി 3 മണിക്കൂർ നേരം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു രസമില്ല സർ. കഴിഞ്ഞ കൊല്ലം ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളാണ് കൂട്ടിയത്. 350 കോടി രൂപയില്ല സർ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് വെച്ചത്. 250 കോടി രൂപയില്ല സർ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്. അപ്പൊ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറയുന്നതിൽ എന്ത് വസ്തുവാണ് മനസ്സിലുള്ളത്? ഇനി പറയാൻ പോകുന്നത് അമൃത TV ഒരുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലൂടെ നികേഷ് കുമാർ അമൃത TVക്ക് വേണ്ടി വാർത്ത വായിച്ചാൽ. നമസ്കാരം, അമൃത ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ ഒന്നടങ്കം പറയുന്നു ഒറ്റക്കാര്യം, അമൃത നൽകുന്ന അമൃതാണ് കോമഡി മാസ്റ്റേഴ്സ്. നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാളികളുടെ അല്ല, ലോകത്തിൻ്റെ അനുകരണ വിസ്മയങ്ങളാണ്. ശ്രീ കോട്ടയൻ നസീർ കോട്ടയത്ത് നിന്നും, അപ്പം തന്നെ ശ്രീ നാദിർ ഷാ കൊച്ചിയിൽ നിന്നും, ഇടുക്കിയിൽ നിന്നും ജാഫർ ഇടുക്കിയും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 7 സുന്ദര രാത്രികളെ സുന്ദരമാക്കിയ പാർവതി എന്ന പ്രസിദ്ധ നടി കൂടി നമ്മുടെ ഈ വിജയത്തിൽ, ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വിജയത്തിൽ പങ്കാളി ആകുന്നു. ഈ ന്യൂസ് അവർ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നമുക്ക് നസീർക്ക എന്ത് പറയുന്നു പെർഫോമൻസിനെ പറ്റിയിട്ട്? അല്ല, ഈ പറഞ്ഞ പോലെ 19 കൊല്ലം മുമ്പ് എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അദ്ദേഹം മുഖേനയാണ്, ജോസഫ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുഖേനയാണ് ഞാൻ മാഷിനെ ഞാൻ പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അന്ന് അങ്ങനെ വന്നു പെർഫോം ചെയ്തു. അന്നും ഇതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ
ആണ് അനുകരിച്ചിരുന്നത്. ഭയങ്കര രസമായിരുന്നു. അന്നേ എപ്പോഴും രാഷ്ട്രീയക്കാരൻ. അന്ന് രാഷ്ട്രീയക്കാരാണ്. അതായിരുന്നു നമ്മളന്ന് സ്ട്രൈക്ക് ചെയ്തത്. അന്ന് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാ കാണുന്ന ശരിക്കും അല്ലേ? അതിലൊരു മാറ്റമില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അധ്യാപകനായതുകൊണ്ടും ന്യൂസുകൾ വാച്ച് ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണെന്ന് തോന്നുന്നു. അതെ, അതിനൊരു ക്ലാസ് ഉണ്ട്. ആ പറയുന്ന മാറ്ററിൽ ഒരു ക്ലാസ് ഉണ്ട്. അതെന്തായാലും നന്നായി. ജാഫർക്ക, നിങ്ങളുടെ ഒരു ഭയങ്കര ഭാഗ്യവാനാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറയട്ടെ, സാറിന് പഠിപ്പിക്കുന്ന സ്കൂളിൽ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ക്ലാസ് ഒരു 10-40 പേര്. 40. ആ, ഈ സാഹിത്യ സമാജത്തിൻ്റെ പരിപാടിയൊക്കെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ നടത്തുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിള്ളേരെ, കഴിവുള്ള പിള്ളേരെല്ലാം പരിപാടി നടത്തുന്ന അങ്ങനെയുള്ള ക്ലാസ്സിൽ സാറേ ആ മക്കളുടെ അടുത്ത് ഈ 4000 പിള്ളേർ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ സാറിൻ്റെ ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിക്കാറില്ലായിരിക്കുമോ? തീർച്ചയായിട്ടും. അതൊരു ഭാഗ്യമല്ലേ സാറേ. ആ പഠിപ്പിക്കുന്ന പിള്ളേരുടെ മുമ്പിൽ സാറ് നിന്നിട്ട് ഭയങ്കര പ്രൊഫഷണാലിറ്റി ആയിട്ട് ഇങ്ങനത്തുള്ള സ്റ്റാർ പറയുന്നൊരു ഭയങ്കര അംഗീകാരമല്ലേ? ടോട്ടലി അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ് മാഷല്ലായിരുന്നെങ്കിൽ ശരിക്ക് ഒന്നല്ലെങ്കിൽ പ്രൊഫഷണൽ നാടക നടൻ അല്ലെങ്കിൽ കാതികൻ അല്ലെങ്കിൽ നടൻ. ഇതിന് ഒരു കലാകാരനായി ജനിക്കേണ്ടത്, കലാകാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് ടോട്ടലി ഉള്ളത് കേട്ടോ. എന്തായാലും സന്തോഷ് സർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും വി ലവ്ഡ് ഇറ്റ്.